പല ബിസിനസ്സുകാരും പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ മിസ്റ്റേക്ക്. ആ മിസ്റ്റേക്ക് നമുക്കൊന്ന് പരിഹരിക്കാനുള്ള ഒരു മാർഗമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. സൺ കോസ്റ്റ് ഫാലസി എന്നറിയപ്പെടുന്ന ഒരു കോൺസെപ്റ്റിനെ അല്ലെങ്കിൽ ഒരു മനഃശാസ്ത്രപരമായ ബിസിനസ്സിലെ ഒരു ചതിക്കുഴിയെ പറ്റിയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. കാരണം ഒരു ബിസിനസ്സിൽ പലപ്പോഴും ഒരു കുഴിയിൽ വീണു അല്ലെങ്കിൽ ഒരു തെറ്റ് പറ്റിയെന്ന് മനസ്സിലായി ആദ്യം ചെയ്യേണ്ടത് കൂടുതൽ കുഴിക്കുന്നത് നിർത്തുകയാണ്. കാരണം പലപ്പോഴും ബിസിനസ്സിൽ ചെലവഴിച്ച തുകയെപ്പറ്റി ചിന്തിച്ച് ഇനിയും ചിലവഴിക്കാൻ പോകുന്ന തുകയാണ് നമ്മുടെ ബിസിനസിന്റെ ഭാവി തീരുമാനിക്കുന്നതെന്ന് തിരിച്ചറിയാതെ പ്രവർത്തിക്കുന്ന ഒരു ശീലം പല ആളുകൾക്കും ഉണ്ട്. ഇവിടെയാണ് ഈ സൺ കോസ്റ്റ് ഫാലസി എന്ന ഞാൻ നേരത്തെ പറഞ്ഞ മനഃശാസ്ത്രപരമായ ചതിക്കുഴി സംഭവിക്കുന്നത്. ബിസിനസ്സിലും വ്യക്തി ജീവിതത്തിലും ആളുകൾ വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ വരുത്തി വയ്ക്കാൻ ഇത് പ്രധാന കാരണമാവുകയും ചെയ്യുന്നു. ശരിക്കും എന്താണ് ഈ സൺ കോസ്റ്റ് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കി തന്നെ പോകേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകം ചെലവഴിച്ച് കഴിഞ്ഞതും ഇനി ഒരിക്കലും തിരിച്ചു പിടിക്കാൻ പറ്റാത്തതുമായ പണം, സമയം, അധ്വാനം എന്നിവയൊക്കെയാണ് ശരിക്കും സൺ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ലളിതമായിട്ടുള്ളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു 300 രൂപ കൊടുത്ത് ഒരു സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കണം. തിയേറ്ററിലെത്തി ആദ്യത്തെ ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് സംഭവം ഭയങ്കര ബോറാണ്, അസഹനീയമായ അവസ്ഥയാണെന്ന് മനസ്സിലായി. ഇവിടെ നമ്മുടെ മുമ്പിൽ 2 വഴികളുണ്ട്. ഒന്ന്, ബാക്കി ഇനി ഒരു 2 മണിക്കൂറോ 2.5 മണിക്കൂറോ ഇനി ബാക്കി സമയം ഉണ്ടെങ്കിൽ അവിടെ ഇരുന്ന് വെറുതെ അത് പാഴാക്കുക, അല്ലെങ്കിൽ ഇറങ്ങിപ്പോകുന്ന അടുത്ത 2 മണിക്കൂർ ഗുണകരമായ മറ്റെന്തെങ്കിലും ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ ഭൂരിഭാഗം ആളുകൾ ചിന്തിക്കുന്നത് എന്താ, 300 രൂപ മുടക്കിയല്ലേ സിനിമ മുഴുവൻ കണ്ടേക്കാം എന്ന് കരുതി അവിടെ തന്നെ ഇരിക്കും. അപ്പോൾ സൺ കോസ്റ്റ് ഫാലസി സംഭവിക്കും. കാരണം ആ 300 രൂപ എന്തായാലും തിരികെ കിട്ടില്ല. എന്നാൽ അവിടെ തന്നെ ഇരുന്നാൽ ഇനി എൻ്റെ ജീവിതത്തിലെ അമൂല്യമായ 2 മണിക്കൂർ കൂടെ നഷ്ടപ്പെടുമല്ലോ എന്ന് വിചാരിച്ച് പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. പക്ഷെ ഭൂരിഭാഗം ആളുകളും അങ്ങനെയല്ല ചിന്തിക്കാറുള്ളത്. അപ്പോൾ പലപ്പോഴും ബിസിനസ്സിലേക്ക് നമ്മളിത് കണക്ട് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഈ സൺ കോസ്റ്റ് ഫാലസിയിൽ പെടുന്ന കാര്യങ്ങൾ നോക്കാം. ഒന്ന്, തെറ്റായ നിയമനങ്ങൾ അഥവാ ബാഡ് ഹയേഴ്സ്. വലിയ ശമ്പളവും ട്രെയിനിങ്ങും ഒക്കെ നൽകി എടുത്തിട്ടുള്ള ഒരു സീനിയർ ലെവൽ സ്റ്റാഫ് അത് കമ്പനിക്ക് വലിയ നഷ്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരിക്കും. എന്നാലും ട്രെയിനിങ് ഒക്കെ കൊടുത്തതല്ലേ, ഇനി അടുത്തൊരാൾ വന്നിട്ട് എങ്ങനെയാ എന്നൊക്കെ ചിന്തിച്ച് അവരെ പിരിച്ചുവിടാൻ മടിക്കുന്നു. അതിങ്ങനെ കൊണ്ടു നടക്കുന്നു, ഹയർ ചെയ്യുന്നു, ഫയർ ചെയ്യാതെ പോകുന്നു. അതുപോലെ തന്നെ കാലഹരണപ്പെട്ടുള്ള സോഫ്റ്റ്വെയറുകളോ മെഷീനറികളോ സിസ്റ്റങ്ങളോ ഇതൊക്കെ വലിയ പൈസ മുടക്കി ഉണ്ടാക്കിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് അത് മാറ്റാനായിട്ട് മടിക്കുന്നു. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി വീണ്ടും പണം അതിൽ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് സംരംഭകർ ഈ ചതിക്കുഴിയിൽ വീഴുന്നതെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം ശരിക്കും നഷ്ടഭയം തന്നെയാണ്, ലോസ് അവേഷൻ എന്ന് പറയുന്ന കാര്യം. ഒരു ലാഭം നേടുന്നതിനേക്കാൾ ഇരട്ടി വേദനയാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നഷ്ടം സഹിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഈഗോ ആൻഡ് പ്രസ്റ്റീജ്. ഞാനെടുത്ത തീരുമാനം തെറ്റായിരുന്നു എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റ് ബോർഡിൻ്റെയൊക്കെ മുമ്പിൽ സമ്മതിക്കാനുള്ള മടി ഇത് കാരണം കണ്ടിന്യൂ ചെയ്തു പോകും. അതുപോലെ തന്നെ ഇമോഷണൽ അറ്റാച്ച്മെന്റ്. വർഷങ്ങളോളം സ്വന്തം വിയർപ്പൊഴുകി ഉണ്ടാക്കിയ പ്രൊജക്റ്റാണ്. അതുകൊണ്ട് അതിനോടുള്ള അമിതമായ വൈകാരികമായിട്ടുള്ള അടുപ്പം. ഇവിടെ പറയാനുള്ളൊരു കാര്യം, ഹ്യൂമൻസ് ആർ ഇമോഷണൽ ബട്ട് ബിസിനസ് ഈസ് ലോജിക്കലായിട്ട് തന്നെ തീരുമാനം എടുക്കുക. അപ്പം നമുക്ക് മാനേജ്മെന്റിൽ ഇതെങ്ങനെ മറികടക്കാം? ഞാൻ ഈ വിഷയം സംസാരിക്കാൻ കാര്യം ഇത്രേ ഉള്ളൂ. സൺ കോസ്റ്റ് ഫാലസി എന്ന് പറയുന്നത് എല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതിനെ മറികടക്കാൻ ചെയ്യേണ്ടത് ഒന്നാമത്തെ കാര്യം, ഭാവി സാധ്യത മാത്രം നോക്കുക. ഫോർവേഡ് ലുക്കിംഗ് ഡിസിഷൻസ് എന്ന് പറയും. ഡിസിഷൻ എടുക്കുന്ന സമയത്ത് പഴയ ചിലവുകൾ പൂർണ്ണമായും മറക്കുക. ഇന്നു മുതൽ ഞാൻ ഈ പ്രൊജക്റ്റിൽ പണം മുടക്കിയാൽ അടുത്ത 1-2 വർഷത്തിൽ ഇതിൽ നിന്ന് റിട്ടേൺ അല്ലെങ്കിൽ ROI കിട്ടുമോ എന്ന് മാത്രം ചിന്തിക്കുക. അപ്പോൾ ഇതുവരെ സ്പെൻഡ് ചെയ്തു എന്നൊക്കെ ഉള്ള ശരിയാണ്, പക്ഷേ ഇനിയും അത് ക്യാൻസറസ് ആയിട്ട് ഇങ്ങനെ കൂടെ കൊണ്ടുപോയാൽ കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അടുത്ത 1-2 വർഷത്തിനുള്ളിൽ ഇതിൽ നിന്ന് നേടാൻ പറ്റുന്ന കാര്യങ്ങളെ പറ്റി ഒരു പ്രൊജക്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ആണെങ്കിൽ ഒരു ബ്രാഞ്ച് ആണെങ്കിൽ ഒക്കെ ചിന്തിച്ചിട്ട് ഡിസിഷൻ എടുക്കുക. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം, സ്റ്റോപ്പ് ലോസ് നിശ്ചയിക്കുക. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണെന്ന് വെച്ചാൽ ഒരു പ്രൊജക്റ്റ് ആവട്ടെ, ഒരു പ്രൊഡക്റ്റ് ആവട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞൊരു ബ്രാഞ്ച് ആവട്ടെ, തുടങ്ങുമ്പോൾ തന്നെ പരമാവധി സഹിക്കാവുന്ന നഷ്ടത്തിന്റെ പരിധി അത് മുൻകൂട്ടി തീരുമാനിക്കുക. ഇപ്പൊ ലോസിലാണ് പോണത്, ഭാവിയിൽ പ്രോഫിറ്റ് ആവുന്നുള്ള ശുഭാപ്തി വിശ്വാസം മാത്രം പോരാ. ഈ സ്റ്റോപ്പ് ലോസ് ട്രിഗർ അല്ലെങ്കിൽ എവിടം വരെ ഈ ലോസ് നമുക്ക് സഹിക്കാൻ പറ്റും ആ പോയിന്റ് വെച്ച് ഞാൻ ഡിസിഷൻ എടുക്കും എന്നുള്ളത് നേരത്തെ തീരുമാനിക്കുക. മൂന്നാമത്തെ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഡാറ്റ അടിസ്ഥാനമാക്കിയുള്ള ഓഡിറ്റ് നടത്തുക. വൈകാരികമായിട്ടുള്ള തീരുമാനങ്ങൾക്ക് പകരം കൃത്യമായ ക്യാഷ് ഫ്ലോ, പ്രൊഡക്ടിവിറ്റി ഡാറ്റ അത് വെച്ച് തന്നെ തീരുമാനം എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ സൺ കോസ്റ്റ് ഫാലസി എന്ന് പറയുന്ന അവസ്ഥയെ മറികടക്കാം. കാരണം ഇത് ബിസിനസ്സുകാർക്കുള്ള വലിയ കെണിയാണ്. പലപ്പോഴും പല ആളുകളും പെട്ടുപോകുന്ന ഒരു അവസ്ഥ ഇതിലുണ്ട്. അപ്പോൾ ഇത് മുൻകൂട്ടി മനസ്സിലാക്കി പ്രവർത്തിക്കുക. താങ്ക് യു.